വന്ദേ മാതരവും കോൺഗ്രസ്സുകാർ പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ചും ഈ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് കുറച്ചധികമായിട്ട് എൻ്റെ മനസ്സിൽ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ വരലുണ്ടായിരുന്നു. അപ്പം ഇന്നലെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഇടയിൽ കണ്ട കുറച്ച് വിഷ്വൽസും കൂടി ആയപ്പം അത് അങ്ങോട്ട് പൂർണ്ണമായി. എന്നാൽ പിന്നെ ആ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ സംശയങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ വ്യൂസും കൂടെ കേട്ടറിയാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം അധികം ദീർഘിപ്പിക്കാതെ വളരെ ചുരുക്കി തന്നെ കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പം നമ്മൾ കുറേ ആൾക്കാർ ഇവിടെ കണ്ടു, എന്താണ് ഇവിടെ ബംഗ്ലാദേശ് ആവർത്തിക്കും, ശ്രീലങ്ക ഇപ്പോൾ കൊണ്ടുവരും, നേപ്പാൾ പോലെ ഇപ്പോൾ ഇവിടെ നടക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് അവരുടെയൊക്കെ നെഞ്ചിൽ ഒരു ഇടുത്തി വീഴ്ത്തിക്കൊണ്ട് ഇന്ത്യ വീണ്ടും ഇന്നലെ അതിൻ്റെ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനമൊക്കെ ആഘോഷിച്ചു. അപ്പം ചില ആൾക്കാരൊക്കെ പ്രൈം മിനിസ്റ്റർ മോദി അടുത്ത സ്വാതന്ത്ര്യദിനം അവിടെ കാണില്ലെന്നൊക്കെ വെല്ലുവിളിക്കുന്ന കുറേ വിഷ്വൽസൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും അവർക്കും കൂടെ ഇച്ചിരി ദുഃഖം എന്നൊക്കെയുള്ള രീതിക്ക് അദ്ദേഹം വീണ്ടും നമ്മുടെ ചെങ്കോട്ടയിലെ ത്രിവർണ്ണ പതാക ഉയർത്തി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിക്കൊണ്ട് തന്നെ അവിടെ നിന്നിട്ട് നല്ല ഉശിരൻ പ്രസംഗമൊക്കെ നടത്തി ദിമാഗി നക്സൽസിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന കേട്ടു. എന്തായാലും അത് കൊള്ളനോട് തന്നെ കൊണ്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കുറേ അധികം സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് ഏറ്റവും സന്തോഷം തന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 79 വർഷങ്ങൾക്ക് ശേഷം ബങ്കിം ചന്ദ്ര ചാറ്റർജി എൻ്റെ രാജ്യത്തിന് ഏറ്റവും ഭംഗിയായിട്ട് പുകഴ്ത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള, അതിൻ്റെ എല്ലാ ഊർജവും ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള വന്ദേ മാതരത്തിൻ്റെ പൂർണ്ണ രൂപം ചെങ്കോട്ടയിൽ ഇന്നലെ പാടിക്കേട്ടു എന്നുള്ളതാണ്. ചെങ്കോട്ടയിലല്ല, രാജ്യത്തുടനീളം ഒരുപാടിടങ്ങളിൽ ആ ഒരു ഗാനം മുഴുവനായിട്ടും കേട്ടു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ ചില ആളുകൾ ഇത് മുഴുവനായിട്ടും പാടില്ല എന്നൊരു വാശിപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഇന്ത്യയിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കെടുക്കാതെ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ മുതലായിട്ടുള്ള കോൺഗ്രസിന്റെ വലിയ നേതാക്കളൊക്കെ AICCയുടെ ആസ്ഥാനത്താണ് ഇന്നലെ സ്വാതന്ത്ര്യ ദിനമൊക്കെ ആഘോഷിച്ചത്. അപ്പൊ അതിന്റെ ഇടയിൽ നിന്നും വളരെ വൈറലായിട്ടുള്ള ഒരു വിഷ്വൽ നമ്മൾ കണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഈ വന്ദേ മാതരം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അതിൽ ചില പ്രധാന വരികളിലോട്ട് കിടക്കുന്ന സമയത്ത് സോണിയാഗാന്ധി ആ ഒരു പൂർണ്ണമായിട്ട് വന്ദേ മാതരം ആലപിക്കുന്നത് നിർത്താൻ ഭയങ്കരമായിട്ട് ആക്ഷൻ കാണിക്കുന്നതും സ്റ്റോപ്പ് ഇട്ട് എന്ന് പറയുന്നത് പോലെയുള്ള കുറെ വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടു. വിഷ്വൽസ് കാട്ടുതീ പോലെ പടർന്നു. അതിന്റെ പിന്നാലെ തന്നെ ഒരു ക്യാപ്സ്യൂളും വന്നു. അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞതല്ല, കസേര കൊണ്ടുവരാൻ പറഞ്ഞതാണെന്നൊക്കെയാണ് ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പിന്നാലെ പറഞ്ഞത്. സോ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വന്ദേ മാതരം എന്ന് പറയുന്ന ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാനം, അത് ഈ രാജ്യത്തിനെ പ്രകീർത്തിക്കുന്ന ഈ ഒരു ഡെമോക്രസിയിലുള്ള ഈ ഒരു ഗാനം മുഴുവനായിട്ടും പാടുന്നതിൽ നിന്ന് നിങ്ങൾ എന്താണ് വിലക്കുന്നത്? എന്താണ് അവിടെ നിങ്ങളുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിന് സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം എനിക്ക് ആദ്യം ചോദിക്കാനുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. എനിവേയ്സ്, ഈ ഒരു കോൺഗ്രസിന്റെ നേതാക്കളുടെ, മുതിർന്ന നേതാക്കളുടെ ആ ഒരു തീരുമാനത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പൂർണ്ണമായിട്ടും അവനവന്റെ സ്റ്റേറ്റുകളിൽ വന്ദേ മാതരം ആലപിച്ച കുറെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ട്. DK ശിവകുമാർ, രേവന്ത് റെഡ്ഡി, പിന്നെ സുഖ്വീന്ദർ സിംഗ് സുഖു എന്നൊക്കെ പറയുന്ന കുറെ നേതാക്കളുണ്ട്. ഇവർക്കൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ബാക്കി ചോദ്യങ്ങളിലോട്ടും ഉത്തരങ്ങളിലോട്ടും സംശയങ്ങളിലോട്ടൊക്കെ നമുക്ക് കിടക്കാം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ ചോദിച്ചു തുടങ്ങണം. കേരളത്തിൽ ഈ ഒരു ഗാനം പൂർണ്ണമായിട്ടും ആലപിക്കാനായിട്ട് ഇവിടുത്തെ നേതാക്കൾക്ക് സാധിച്ചില്ല. അപ്പം നിങ്ങളുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിന്, നിങ്ങളുടെ രാജ്യത്തിനോടുള്ള സ്നേഹം മുഴുവനായിട്ടും എക്സ്പ്രസ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ എന്ത് ഘടകമാണ് തടഞ്ഞത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുണ്ട്. പലരും പറയുന്നു അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്, പ്രീണനമാണെന്നൊക്കെ. അപ്പം അതിനൊക്കെ ഉത്തരം വൃത്തിയായിട്ട് രാജ്യസ്നേഹികളായിട്ടുള്ള കേരളീയരോട് കൊടുക്കേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. അതല്ലെങ്കിൽ അടുത്ത പ്രാവശ്യമൊക്കെ വോട്ടിന്റെ എണ്ണമായിട്ട് അത് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എനിവേയ്സ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വേറൊന്നുമല്ല, ഈ കഴിഞ്ഞ CJP പ്രൊട്ടസ്റ്റിന്റെ ഇടയിലൊക്കെ അത് ഭയങ്കരമായിട്ടുള്ള ഫ്രീഡം ഓഫ് സ്പീച്ചാണ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ്, പ്രൈം മിനിസ്റ്റർ ചീത്ത വിളിക്കാൻ പാടില്ലേ, അങ്ങനെ പറയാൻ പാടില്ലേ, ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ ഈ അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച കുട്ടികളെ ന്യായീകരിച്ചുകൊണ്ട് ചോദിക്കുന്ന കുറെ രാഷ്ട്രീയ പാർട്ടി അനുഭാവികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു പ്രൊട്ടസ്റ്റിന് ഐക്യദാർഢ്യം കൊടുത്തിട്ട് ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വാദോരാതെ പ്രസംഗിച്ച കുറെ നേതാക്കന്മാരെ, ഈ പാർട്ടിയിൽ നിന്നുള്ള കുറെ നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനെന്നല്ല, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ പ്രൊട്ടസ്റ്റിന് ഇരുന്ന ഈ പാർട്ടിയിലെ നേതാക്കന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, 1937 ഈ ഒരു ഗാനം പൂർണ്ണമായിട്ടും ആലപിക്കുന്നതിൽ നിന്ന് നിങ്ങളെ വിലക്കിയ, ഇന്ത്യക്കാരെ വിലക്കിയിട്ടുള്ള ഒരു ഘടകം എന്താണ്? അപ്പൊ അന്നത്തെ ഇന്ത്യക്കാരുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിന്, അതുപോലെ തന്നെ അവരുടെ രാജ്യത്തിനോടുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്ന് എന്താണ് അവരെ വിലക്കിയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു നിയമമൊക്കെ കൊണ്ടുവന്നിട്ട് വിലക്കിയത്?
79-80 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഈ ഒരു ഗാനം പൂർണ്ണമായിട്ട് പാടണമെന്നൊരു തീരുമാനം ഈ രാജ്യത്തിലെ വലിയൊരു ശതമാനം ജനങ്ങൾ എടുക്കുന്ന സമയത്ത് വീണ്ടും അതിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡത്തിൽ നിന്ന് നിങ്ങളെ വിലക്കുന്നത് എന്താണ്? ഇനി നമുക്ക് വേറെയും കുറെ ചോദ്യങ്ങൾ ഇതിന്റെ പിന്നാലെ ചോദിക്കാനായിട്ടുണ്ട്. അതിൽ സുപ്രധാനമായിട്ടുള്ള, ഏറ്റവും സുപ്രധാനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്. ഇത് ഞാൻ ഒരുപാട് പേര് പറയുന്നത് കേട്ടതാണ്. ഈ നേഷന്റെ പ്രൈഡിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തിനോടുള്ള സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ഗാനം, ഒരു എലമെന്റിനെ പൂർണ്ണമായിട്ട് പാടാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നാഷണൽ ഇന്റഗ്രിറ്റി എങ്ങനെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും? അതേപോലെ തന്നെ ഈ രാജ്യത്തിനെ പരമോന്നതിയിൽ എത്തിക്കാനായിട്ട് എങ്ങനെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നൊക്കെ ജനങ്ങൾ ചോദിച്ചാൽ അതിനെന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത്? ഇന്നലെ തന്നെ ഒരുപാട് വ്യക്തികൾ, അതായത് ഈ വന്ദേമാതരം പൂർണ്ണമായിട്ടും ആലപിക്കുന്നതിൽ നിന്ന് കുട്ടികളെ വിലക്കാൻ ശ്രമിക്കുന്ന വലിയ നേതാവിന്റെ ഒരു ആക്ഷനൊക്കെ കണ്ടപ്പോൾ തന്നെ ഇന്ത്യയിലെ വലിയൊരു ശതമാനം ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും അടുത്ത പ്രാവശ്യം സെൻട്രൽ ഗവൺമെന്റിൽ ഈ ആൾക്കാർ ഇരിക്കേണ്ടെന്നൊക്കെ. അതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ രാജ്യത്തിന്റെ അസ്തിത്വം അല്ലെങ്കിൽ അതിന്റെ നട്ടെല്ല്, അതിന്റെ ഊർജം എന്നൊക്കെ പറയുന്നത് ഈ രാജ്യത്തിനെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഇവിടുത്തെ വലിയൊരു ശതമാനം ജനങ്ങളാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഉള്ളിൽ തന്നെ കുലംകുത്തികളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അവർക്ക് രാജ്യമില്ല, രാജ്യസ്നേഹമില്ല, കുറെ വർക്ക് ഐഡിയാസ് ഉണ്ട്, അതേപോലെ തന്നെ കുറെ വർക്ക് മൈൻഡ് സെറ്റ് ഉണ്ട്. ഇനി ഇതുകൊണ്ടൊക്കെ അവർ എവിടെ എത്തിച്ചേരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും ഉത്തരം പ്രത്യേകിച്ച് പറയാനായിട്ടുണ്ടാവില്ല. അപ്പൊ ഇത്തരം നേതാക്കൾ നമ്മളോട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ കുറിച്ച് ഘോരഘോരം സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു ഡാർക്ക് ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യക്ക്. അത് വേറൊന്നുമല്ല, 1975 തൊട്ട് 77 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന എമർജൻസി അഥവാ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കറുത്ത അധ്യായങ്ങളാണ് ആ 2 വർഷങ്ങൾ. ഇത് എപ്പോഴാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ആര് ഭരിക്കുമ്പോഴുണ്ടാവുന്നതെന്നുള്ളതാണ് ഇതിലാദ്യത്തെ ചോദ്യം. അപ്പം ഈ ചോദ്യം അവിടെ നിൽക്കുമ്പോഴും നമുക്ക് ആ ഒരു ഹിസ്റ്ററി മുഴുവൻ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കാരണം അന്ന് ഇന്ത്യയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. നമ്മൾ എക്കണോമിക്കലി ഭയങ്കരമായിട്ട് ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പല രാജ്യങ്ങളും നമ്മളോട് അത്ര നല്ല ഒരു സമീപനമൊന്നുമല്ല കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നു, പട്ടിണി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാര്യമായിട്ടൊന്നും നന്നായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ മൊത്തത്തിൽ രാജ്യത്തൊരു അൺട്രസ്റ്റ് ഉണ്ടായിരുന്നു, ആൾക്കാർക്ക് വല്ലാത്തൊരു ദേഷ്യവും രോഷവും ഒക്കെ ഉള്ള ഒരു അവസ്ഥയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ജയപ്രകാശ് നാരായൺ എന്ന് പറയുന്ന ലീഡറിന്റെ നേതൃത്വത്തിൽ ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് തൊഴിലാളികളും വിദ്യാർത്ഥികളും ഒക്കെ കൂടെ പ്രൊട്ടസ്റ്റിന് ഇരിക്കുന്ന ഒരു സാഹചര്യം രാജ്യത്ത് ഉണ്ടാവുന്നത്. ഭയങ്കര ഒരു അൺട്രസ്റ്റ് സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഒരു പ്രൈം മിനിസ്റ്റർക്ക് ഉണ്ടായേക്കാവുന്ന ഒരു പ്രഷർ എന്താന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാം. ഇന്ദിരാഗാന്ധി ഏതൊക്കെ സമ്മർദ്ദങ്ങളിൽ കൂടെയാണ് ആ സമയത്ത് കടന്നു പോയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഊഹിക്കാം. ആ സമയത്താണ് രാജ് നരേ എന്ന് പറയുന്ന ഒരു റൈവൽറി, ഇദ്ദേഹത്തിന്റെ, നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി, ഇദ്ദേഹത്തിനെതിരെ കോടതിയിൽ ഒരു പരാതി കൊടുക്കുന്നതും ആ പരാതിയുടെ മേലെ അലഹബാദ് ഹൈക്കോർട്ട് ഐ തിങ്ക് 1975 ജൂൺ 12 തോന്നുന്നു ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു ശിക്ഷയൊക്കെ വിധിക്കുകയാണ്. അത് വേറൊന്നുമല്ല, അന്ന് ഇലക്ഷനിൽ ഇവര് ചില മാൽ പ്രാക്ടീസ് ഒക്കെ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ റദ്ദാക്കണം എന്നുള്ളതൊക്കെ ആയിരുന്നു അന്നത്തെ വിധി. അപ്പൊ ആ വിധിയുടെ പിന്നാലെ വീണ്ടും ഒരുപാട് അൺട്രസ്റ്റ് സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് ജൂൺ 24 ഇതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, മൊത്തം നമ്മൾ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഹിസ്റ്ററി ഒക്കെ തന്നെയാണ്. ജൂൺ 24-25 ഒരു ദിവസത്തോട് കൂടിയിട്ട് നമ്മുടെ നാട്ടില് അടിയന്തരാവസ്ഥ വരികയാണ്. ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് 2 വർഷം പിന്നീട് നിലനിൽക്കുകയാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ അടിയന്തരാവസ്ഥ എന്താണെന്ന് എങ്ങനെ ഉണ്ടായെന്ന് പറയാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്. നമുക്ക് പറയാനുള്ളത് ആ സമയത്ത് നമ്മുടെ ഇന്ത്യക്കാരുടെ ഫ്രീഡത്തിനെ കുറിച്ചിട്ടാണ്. പ്രസ് ഫ്രീഡം ഉണ്ടായിരുന്നില്ല സമയത്ത്. ഈ പ്രസ്സുകളിൽ എന്തൊക്കെ അടിച്ചിറക്കിയാലും ആ അടിച്ചിറക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു സെൻസർഷിപ്പിന്, ഗവൺമെന്റിന്റെ സെൻസർഷിപ്പിന് വിധേയമാക്കണമായിരുന്നു. അന്ന് ഗവൺമെന്റിനെ കുറിച്ചിട്ടുള്ള ക്രിറ്റിസിസം ഒക്കെ ഏത് ലെവലിലൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിന് അപ്രൂവൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ പ്രസിദ്ധീകരിക്കാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഈ പ്രസ് ഫ്രീഡത്തിന്റെ കാര്യത്തിൽ എമർജൻസി കാലഘട്ടത്തിൽ നടന്നിരുന്ന ഒരു അവസ്ഥ. അത്ര ഇനി ചെറിയൊരു കമ്പാരിസൺ ആണ് നമുക്ക് നടത്താനുള്ളത്. നമ്മുടെ CJP കോക്രോച്ച് ജനതാ പാർട്ടി സംഘടിപ്പിച്ച നീറ്റിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റിന്റെ ഇടയിൽ കുറെ രാജ്യവിരുദ്ധ ശക്തികളൊക്കെ കയറി കൂടിയിട്ടുണ്ടായിരുന്നു. അവിടെ അവർ ചെറിയതായിട്ടൊരു അലമ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ ഡൽഹി പോലീസ് അവരുടേതായിട്ടുള്ള ചില മർമാണി പ്രയോഗങ്ങളൊക്കെ പ്രയോഗിച്ച സമയത്ത് ഈ ഫ്രീഡം ഓഫ് പ്രൊട്ടസ്റ്റിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ എന്താ പറയുക ഗ്യാതറിങ്ങിനെ കുറിച്ചിട്ടും ഒക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന കുറെ ആക്ടിവിസ്റ്റുകളെയും പാർട്ടി നേതാക്കളെയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഈ പ്രൊട്ടസ്റ്റ് ചെയ്യാനും ഗ്യാദർ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഫ്രീഡം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് ഹിസ്റ്ററിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്.
ഇതല്ലാണ്ട് ഞാൻ വേറൊരു സംഗതി കേട്ടിട്ടുണ്ട്, മിസ്സ. അതിവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ കുറേ ചേട്ടന്മാർ, ഈ പൊളിറ്റിക്സ് ഒക്കെ അറിയുന്ന ചേട്ടന്മാരെ ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു പണ്ടൊക്കെ. പിന്നെ നമ്മൾ വലുതായപ്പോൾ നമുക്ക് മനസ്സിലായി, മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം, അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതിന്റെ പേരിൽ അന്ന് ഒപ്പോസിഷനിൽ നിന്നുകൊണ്ടിരുന്ന കുറേ അധികം നേതാക്കളെ ജയിലിൽ അടച്ചിട്ടുണ്ട് അത്ര. അപ്പം ഞാനിത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ഹിസ്റ്ററിയിൽ അറിയാവുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒപ്പോസിഷനിൽ നിൽക്കുന്ന കുറേ ആൾക്കാർ ജയിലിൽ പോയിട്ടുള്ളൊരു സാഹചര്യവും നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് ഈ രാജ്യത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഭരണഘടനയിലെ തന്നെ ആർട്ടിക്കിൾ 359 പ്രകാരം ഈ പരാതി കൊടുക്കാനുള്ള ആളുകൾക്ക്, മോസ്റ്റ് പ്രോബബ്ലി ഈ ഓപ്പോസിഷൻ പാർട്ടിയിലുള്ള ആളുകൾക്കൊക്കെ സുപ്രീം കോടതിയിൽ അവരുടെ പരാതി എത്തിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാണ്ടാകുന്ന സാഹചര്യങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു എന്നൊക്കെയാണ് വായിച്ചറിഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊക്കെ എന്ത് തരം ഫ്രീഡത്തിന്റെ ഫ്രീഡത്തിനെ എതിർക്കുന്ന കാഴ്ചകളായിരുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ വായിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഹിസ്റ്ററി, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ആരൊക്കെ എന്തൊക്കെ അവസ്ഥകളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് അറിയാണ്ടിരിക്കുന്നത് കൂളാണ്, അല്ലെങ്കിൽ ഹിസ്റ്ററി അറിയാണ്ടിരിക്കുന്നത് ഭയങ്കര കൂളായിട്ടുള്ള ഒരു കാര്യമാണെന്ന് കരുതുന്ന കുറെ ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. ഞാനൊരു ഹിസ്റ്ററി വിദ്യാർത്ഥിനിയൊന്നും ആയിരുന്നില്ല, പക്ഷേ ഒരു വ്യക്തി ഏറ്റവും നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെക്കാട്ടിലും നമ്മുടെ നാടിന്റെ ഹിസ്റ്ററി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് അറിയാണ്ടിരിക്കുന്ന സമയത്താണ് പല ആളുകളും നമ്മളെ പല ആശയങ്ങളും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതും നമ്മളറിയാതെ നമ്മളെ രാജ്യദ്രോഹത്തിന് ഉതകുന്ന കുറച്ച് ടൂൾസ് ആയിട്ട് മാറ്റുന്നതും. സോ ലേൺ ഹിസ്റ്ററി. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കേണ്ടതുമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മുടെ നാടിൻ്റെ ഹിസ്റ്ററിയാണ്. അതിനെന്തൊക്കെ ഡാർക്ക് പാസ്റ്റ് ഉണ്ടായിരുന്നു, എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ആരൊക്കെ എന്തൊക്കെ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ള മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാത്ത ഡാറ്റ കുട്ടികൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അവർ രാജ്യത്തിന് തിന്മയൊന്നും ചെയ്യാത്ത, നന്മ ചെയ്തില്ലെങ്കിലും തിന്മ ചെയ്യാത്ത ഒരു വിഭാഗം ആളുകളായിട്ട് മാറുള്ളൂ. എനിവേസ്, നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് തിരിച്ചു വരാം. അന്നത്തെ ഗവൺമെന്റ് പേഴ്സണൽ ലിബർട്ടിയെ പറ്റിയിട്ട് ഒരു ആർഗ്യുമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്രകാരമായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ഹേബിയസ് കോർപ്പസ് ഒക്കെ വഴി ഒരാൾക്ക് അയാളുടെ പേഴ്സണൽ ലിബർട്ടി അല്ലെങ്കിൽ പ്രൈവറ്റ് ലിബർട്ടി ഒന്നും അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആ കാലഘട്ടത്തിൽ സാധിക്കില്ല എന്നൊരു ആർഗ്യുമെന്റ് ഒക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അത്ര. അപ്പം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ടു ലിവ് ഇൻ എ ഡെമോക്രസി ഒക്കെ എന്തായി എന്നുള്ളത് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ആ കാലഘട്ടത്തിനെ കുറിച്ചിട്ട്. അപ്പോഴൊക്കെ ജനിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്നും കൂടെ ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ നാട്ടിൽ എന്നെ ട്യൂഷനൊക്കെ എടുത്തിട്ടുള്ള ഒരു മാഷ് ഇടയ്ക്ക് നമ്മളോട് ഇങ്ങനെ ചില ഹിസ്റ്ററി കഥകളൊക്കെ തമാശ പോലെയൊക്കെ പറയാറുണ്ടായിരുന്നു. മൂപ്പര് ഭയങ്കര കട്ട കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഭയങ്കരമായിട്ടുള്ള ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ടുള്ള വന്ധ്യംകരണമൊക്കെ ആ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ്. ഇത് ഹിസ്റ്ററിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ സ്റ്റോറി എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. നമ്മുടെ നാട്ടിൽ അന്ന് ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ദാരിദ്ര്യമുണ്ട്. ആളുകൾക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് നൈസായിട്ട് കിട്ടുന്ന ഐറ്റംസ് ഒക്കെ അന്ന് ലക്ഷറി ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പോരാത്തതിന് മൊത്തത്തിൽ എല്ലാ കുടുംബങ്ങളിലും ദാരിദ്ര്യം, വീട്ടിൽ ആൾക്കാരുണ്ട്, മൊത്തത്തിൽ ഒന്നിനും പറ്റില്ലാത്തൊരവസ്ഥ. പിന്നെ വിദ്യാഭ്യാസം ഇല്ല, എന്താണ് വന്ധ്യംകരണം, അത് സംഭവിച്ചാൽ എന്താ ഉണ്ടാവാന്ന് അറിയാൻ പാടില്ലാത്തൊരു കാലഘട്ടത്തിൽ 1 കിലോ നെയ്യൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും എന്നൊക്കെ കേട്ടിട്ട് 18ഉം 20ഉം വയസ്സുള്ള ആൾക്കാരടക്കം പോയിട്ട് ഈ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ, വന്ധ്യംകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ എന്നുള്ളൊരു സംഗതി ഇദ്ദേഹം ഇങ്ങനെ ഒരു തമാശ രൂപേണയൊക്കെ അന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ അത് തമാശയായിട്ട് തന്നെ പറഞ്ഞതായിരിക്കും എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. എനിക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ആ ഒരു സ്റ്റോറിയുടെ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞോളാം. പക്ഷേ എനിവേസ്, അദ്ദേഹം നമ്മളെ ഹിസ്റ്ററിയിലോട്ട് കുറച്ച് ഇങ്ങനെ ഉന്തി തള്ളിവിടാനൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം സക്സസ്ഫുൾ ആയി. അപ്പൊ ഇന്ത്യയുടെ ഡാർക്ക് പാസ്റ്റിൽ അങ്ങനത്തെ ഒരു സംഗതിയും കൂടി ഉണ്ടായിരുന്നു. കാരണം ഇന്ദിരാഗാന്ധിയുടെ മക്കളിൽ ഒരാളായിട്ടുള്ള സഞ്ജയ് ഗാന്ധി, അദ്ദേഹം ഭയങ്കരമായിട്ട് ഈ ഒരു പോപ്പുലേഷൻ കൺട്രോളിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അന്ന് നമ്മുടെ ഈ ഒരു നാട്ടിൽ വന്ധ്യംകരണം വലിയ കാര്യമായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഹരിയാനയിലൊക്കെയുള്ള ഉട്ടാവർ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഭയങ്കര മാസീവായിട്ടുള്ള നൊട്ടോറിയസ് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു വന്ധ്യംകരണമൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യമൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾ വായിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇത് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. സോ ഫ്രീഡം ടു റീപ്രൊഡ്യൂസ് എന്നുള്ളൊരു സംഗതിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഇന്ന് ഇന്ത്യ അതിൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ രാജ്യത്തിൻ്റെ മാൻ പവർ ആണ്. ഈ ഭയങ്കര കാര്യമായിട്ട് പോപ്പുലേഷൻ കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിച്ചത് വലിയൊരു തെറ്റായിരുന്നു, ബ്ലണ്ടർ ആയിരുന്നു
എന്ന് വിശ്വസിക്കുന്ന ഒരു നൈബർ നമ്മുടെ തൊട്ടപ്പുറത്തുണ്ട്. ചൈനയാണത്. അപ്പൊ അവരുടെ ആ ഒരു അവസ്ഥയും ഇന്ത്യയിലെ ഈ ഒരു മാൻ പവറിനെ ലോകം മുഴുവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു റീപ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ളൊരു തീരുമാനം കൊണ്ടുവന്നത് എന്ത് തരം ഫ്രീഡത്തിന്റെ റെസ്ട്രിക്ഷൻ ആയിരുന്നു? അതും വൾണറബിൾ ആയിട്ടുള്ള പുവർ ആയിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അതിനുള്ളിലോട്ടൊക്കെ ചെന്ന് പെട്ടിട്ടുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം തീരെ തിരിച്ചറിവില്ലാത്ത ആളുകളെ അതിലോട്ട് കൊണ്ടുപോയത് ഒരു ശരിയായിട്ടുള്ള തീരുമാനമായിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ എൻ്റെ ഉള്ളിൽ വീണ്ടും അവശേഷിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ മാത്രമല്ല, ഇതേ ചോദ്യങ്ങളായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഇത്തരം ക്വസ്റ്റ്യനുകൾ നമ്മൾ പല സ്ഥലങ്ങളിലും കേൾക്കുകയും കാണുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇതും എൻ്റെ ഒരു സംശയമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കുകയാണ്. അവസാനമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അടുത്ത് കട്ട കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തിനോട് ഈ CJP പ്രൊട്ടസ്റ്റ്, ലാത്തി ചാർജ് മുതലായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര കാര്യമായിട്ട് അദ്ദേഹം സംസാരിച്ച് ഇന്ത്യ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാഷിസ്റ്റ് ഭരണകൂടമാണെന്നൊക്കെ വാദിച്ചപ്പം ഞാൻ ചോദിച്ചിട്ട് തിരിച്ചെനിക്കൊരു മറുപടി ഒന്നും കിട്ടാണ്ടിരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വീണ്ടും വെക്കുകയാണ്. ഇത് മലയാളികൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. 1994 കണ്ണൂരിലെ കൂത്തുപറമ്പിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. നിങ്ങൾക്ക് ആ ഇൻസിഡൻറ്റിലോട്ട് എത്തിക്കാനുള്ള അല്ലെങ്കിൽ എത്താനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ത്രെഡ് എന്ന് പറയുന്നത്, ഇവിടെ സഖാക്കളൊക്കെ പാടി നടക്കുന്ന ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നൊക്കെ നിങ്ങൾ പലരും അറിയും. കാരണം നിങ്ങൾക്ക് കണ്ണൂരിലെ കൂത്തുപറമ്പിൽ നടന്നിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ് എന്താണ് ആ ഹിസ്റ്ററി എന്നൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും. ആ ഇൻസിഡൻറ്റിലോട്ട് പോണേക്കാട്ടിലും മുമ്പ് തന്നെ ചെറിയൊരു കാര്യം എനിക്ക് ക്ലിയർ ആക്കാനുണ്ട്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ പൊളിറ്റിക്കൽ പാർട്ടിയോട് നമുക്ക് ചായവുണ്ട് എന്നുള്ള രീതിയിലുള്ള നറേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. എല്ലാ ആളുകളുടെ ഉള്ളിലും ഒരു 30% to 40% കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു റെബൽ നേച്ചർ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ അരാജകത്വത്തിനോടും അതുപോലെ തന്നെ ആരെങ്കിലും ഒക്കെ ഭയങ്കര സെൽഫിഷ് ആയിട്ട് റൂൾ ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് അതിനോടൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു ആംബിയർ നമുക്കുണ്ടാവും. കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതിനേക്കാട്ടിലും കൂടുതൽ ഒരു റെബൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിനോട് എനിക്ക് പൂർണ്ണമായിട്ട് ഒരിക്കലും യോജിക്കാനായിട്ട് പറ്റില്ല. ഒരു രാജ്യത്തിൻ്റെ ഒരു എന്താ പറയുക, എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷണൽ ഒക്കെ ആയിട്ടുള്ള ഗ്രോത്തിന് ഒട്ടും പറ്റിയ ഒരു ആശയമായിട്ട് എനിക്കതിനെ തോന്നിയിട്ടില്ല. സോ ബേസിക്കലി നമുക്ക് വേണ്ടത് എല്ലാത്തിൻ്റെയും ഒരു ബ്ലൻഡാണ്. ആൻഡ് ഈ ബ്ലൻഡിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് നാഷണലിസം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി നമുക്ക് ഇൻസിഡൻറ്റിലോട്ട് വരാം. അപ്പം അന്ന് നമ്മുടെ കേരളം ഭരിക്കണത് 94 നമ്മുടെ കേരളം ഭരിക്കണത് UDF ഗവൺമെന്റ് ആണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അന്ന് നമ്മുടെ CM ആയിട്ടുള്ളത് കരുണാകരൻ സാറാണ്. അപ്പം അന്ന് നമ്മുടെ കോർപ്പറേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ളത് രാഘവൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണത്. അപ്പം ആ സമയത്ത് ഈ വിദ്യാഭ്യാസം ശാസ്ത്രീയവൽക്കരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് ആൻഡ് കോൺഗ്രസ് ഗവൺമെന്റുകൾ തമ്മിൽ അല്ലെങ്കിൽ ആ ഒരു പാർട്ടികൾ തമ്മിൽ ഭയങ്കര ഒരു ഡിസ്പ്യൂട്ടൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം നിങ്ങൾക്കറിയാം, ഇവരിതിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. ഇതിനോടൊന്നും പേഴ്സണലി എനിക്ക് യോജിക്കാനായിട്ട് പറ്റില്ല. എല്ലാത്തിൻ്റെയും ഒരു ബ്ലെൻഡാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്. എന്നാൽ മാത്രമേ ഈ വികസനം എന്ന് പറയുന്ന ഒരു സംഗതിയും പേഴ്സണൽ ചോയ്സും ഫ്രീഡവും ഒക്കെ ഒരു ബാലൻസ് നിൽക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഈ ഡിസ്പ്യൂട്ടിന്റെ ഭാഗം ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂത്തുപറമ്പയിൽ ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഇനോഗ്രേഷന് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് രാഘവൻ അദ്ദേഹം അവിടെ എത്തുകയും അല്ലെങ്കിൽ ആ ഒരു മിനിസ്റ്റർ അവിടെ എത്തുകയും ആ സമയത്ത് DYFI അതുപോലെ തന്നെ CPMന്റെ ഒക്കെ നേതൃത്വത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ വിവിധ ഇടങ്ങളിൽ ഈ പ്രക്ഷോഭത്തിന് വന്ന ആളുകൾക്കെതിരെ ഐ തിങ്ക് ഇദ്ദേഹത്തിന്റെ വഴി തടയലൊക്കെ ഉണ്ടായി. അങ്ങനെ പ്രക്ഷോഭത്തിന് വന്നിട്ടുള്ള ആളുകൾക്കെതിരെ വെടിയുതിർക്കുണ്ടായി. ആ വെടിവെപ്പിൽ 10 പേരോളം മരിച്ചു. നമ്മുടെ ഈ ഒരു കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. ഈ വെടിവെപ്പിൽ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. KK രാജൻ, മധു, ഷിബുലാൽ, അങ്ങനെ കുറച്ച് പേരുകളൊക്കെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഉള്ളിൽ ഇൻജേർഡ് ആയിട്ട് പതിറ്റാണ്ടുകളോളം ഇങ്ങനെ കിടപ്പിൽ കിടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് പുതുക്കുടി പുഷ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഞാൻ കൂടുതൽ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു ഇൻസിഡന്റ് ഒക്കെയാണ്. അപ്പം എനിക്ക് ഇതിനോടും ഒട്ടും യോജിക്കാനായിട്ട് പറ്റാറില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ അതും ശരിക്കും പറഞ്ഞാൽ ഫ്രീഡം ടു പ്രൊട്ടസ്റ്റിനൊക്കെ എതിരായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമല്ലേ. സംഭവിച്ച കാര്യങ്ങളെയൊന്നും നമുക്ക് തിരുത്താനായിട്ട് പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ ഈ പഴയ കാലഘട്ടങ്ങളിൽ, അതും ഈ പറഞ്ഞ പോലെ ഇന്ന് ഫ്രീഡം ഓഫ് സ്പീച്ചിനെയും എക്സ്പ്രഷനെയൊക്കെ കുറിച്ച് സംസാരിക്കുന്ന ഗവൺമെന്റുകൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട്. സോ
ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് എനിക്ക് ഇതൊക്കെ മറന്നുകൊണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ചിനെയും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ കുറിച്ചിട്ട് ഇവരിങ്ങനെ വാതോരാതെ പ്രസംഗിക്കുകയും സില്ലി കാര്യങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് ഉദ്ഘോഷിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കുറേ ചോദ്യങ്ങൾ വരാറുള്ളത് ഇതൊക്കെ കാണുമ്പോഴാണ്. ഈ ചരിത്രബോധത്തിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് യാഥാർത്ഥ്യബോധം കൂടെയുള്ള മനുഷ്യരായിരിക്കണമല്ലോ നമ്മൾ. അപ്പൊ എൻ്റെ ഒരു യാഥാർത്ഥ്യബോധത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, പണ്ട് നടന്ന വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള തെറ്റുകളെ, ആ സമയത്ത് ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെ ഒന്നും നമുക്ക് തിരുത്താനോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഇപ്പൊ ടൈം മെഷീൻ ഒന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ, അവിടെ പോയിട്ട് തിരുത്തിയിട്ട് നാടിനെ മുഴുവൻ നന്നാക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അതൊന്നും നമുക്ക് സാധിക്കില്ല. കഴിഞ്ഞുപോയ തെറ്റുകൾ നമുക്ക് തിരുത്താൻ സാധിക്കില്ല. പക്ഷെ പുതിയ തെറ്റുകൾ ആവർത്തിക്കാണ്ടിരിക്കാൻ നമുക്ക് ശ്രമിക്കാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് വീണ്ടും ഈ വന്ദേ മാതരം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു നാഷണൽ എലമെന്റിനോട് അതങ്ങനെ മുഴുവൻ പാടണ്ട എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുത്ത് നമ്മുടെ നാട്ടിലെ വോട്ടവകാശമുള്ള അത്രയും പവറുള്ള ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും നിങ്ങളൊരു ചോദ്യചിഹ്നം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും രാജ്യത്തിനോട് സ്നേഹമുണ്ടോ എന്ന് അവർ ചോദിച്ചാൽ എങ്ങനെ നമുക്കതിനെ തെറ്റു പറയാനായിട്ട് സാധിക്കും? അപ്പൊ അതൊക്കെ അവിടെ നിൽക്കുമ്പം എനിക്ക് ഇന്ത്യയിൽ നിന്നുള്ള അല്ലാത്ത ഒരു ഹിസ്റ്ററി എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുണ്ട്. ഇത് നടക്കുന്നത് 1633, ഐ തിങ്ക് 1633 കാലഘട്ടത്തിൽ യൂറോപ്പിലാണ് നടക്കുന്നത്. ഗലീലിയോ ഗലീലി എന്നൊക്കെ പറയുന്ന ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ പലരും ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് നമ്മുടെ സയൻസ് പുസ്തകത്തിൽ അല്ലെങ്കിൽ ശാസ്ത്ര പുസ്തകത്തിൽ ഇദ്ദേഹത്തിനെ കുറിച്ച് പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അന്ന് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അന്ന് നമ്മൾ വായിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഗലീലിയോ ഗലീലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അന്നൊരു കാര്യം കണ്ടുപിടിച്ചു. വേറൊന്നുമല്ല, ഭൂമിയും മറ്റ് പ്ലാനറ്റുകളും സൂര്യനെയാണ് ചുറ്റുന്നത് എന്നുള്ളൊരു കണ്ടുപിടുത്തമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷെ അത്രയും നാളത്തെ കാത്തലിക് ചർച്ചിന്റെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസപ്രകാരം ഭൂമിയായിരുന്നു എല്ലാത്തിൻ്റെയും സെന്റർ, അല്ലെങ്കിൽ ജിയോ സെൻട്രിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത്രയും നാള് അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള ഒരു ഗവേഷണം നടത്താൻ ഫ്രീഡം കൊടുത്തിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ചേർച്ചിന് ഈ ഒരു കാര്യത്തോട് കൂട്ട് അദ്ദേഹത്തിനോട് നീരസമായി, അല്ലെങ്കിൽ ചേർച്ചിന്റെ വിശ്വാസങ്ങൾക്ക് എതിരെ പോകുന്നു എന്നുള്ള ഒരു പേരൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ പേഴ്സിക്യൂട്ട് ചെയ്തു. അപ്പൊ പേഴ്സിക്യൂഷന്റെ ഭാഗമായിട്ട് സംഭവിച്ചത് അതിഭീകരമായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ സ്റ്റിൽ തെറ്റുകൾ തന്നെയാണ്. ഒന്ന്, അദ്ദേഹത്തിനോട് കൺഫസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്തു, അല്ലെങ്കിൽ ഇത് താങ്കൾ പറഞ്ഞത് തെറ്റാണ്, മറ്റേ വിശ്വാസമാണ് ശരി എന്നുള്ളൊരു കാര്യം പറയാനായിട്ട് അദ്ദേഹത്തിന് ഇവർ ഫോഴ്സ് ചെയ്തായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഹൗസ് അറസ്റ്റിന് വിധിച്ചായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും അന്നത്തെ കാലത്ത് ബാൻ ചെയ്തായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? 359 വർഷങ്ങൾക്ക് ശേഷം ഐ തിങ്ക് 1992 പോപ്പ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വത്തിക്കാനിൽ വെച്ചിട്ട് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഗലീലിയോട് ചെയ്തത് തെറ്റായിരുന്നു, ആ തെറ്റിന് നമ്മളോട് മാപ്പ് ചോദിക്കുകയാണെന്നുള്ളൊരു കാര്യം അദ്ദേഹം അന്ന് രേഖപ്പെടുത്തി. അന്ന് അദ്ദേഹം പറഞ്ഞ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നൊരു പോയിന്റ് ഉണ്ട്. അന്നത്തെ ആ പ്രസംഗത്തിലെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഫെയ്ത്ത് ആൻഡ് സയൻസ് ക്യാൻ എഗ്രി എന്നായിരുന്നു. അല്ലെങ്കിൽ ഫെയ്ത്തിനും സയൻസിനും ഒക്കെ ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കും, ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കേണ്ടിയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ വന്ദേ മാതരം മുഴുവനായിട്ടും പാടാൻ പറ്റാത്തതിന്റെ റീസൺ ആയിട്ട് ചിലരൊക്കെ ഫെയ്ത്തിനെ കുറിച്ചിട്ട് പറയുന്ന ചില കാഴ്ചകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഫെയ്ത്ത് ആൻഡ് നാഷണലിസം ഷുഡ് എഗ്രി, അല്ലെങ്കിൽ രാജ്യത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു നയം നമ്മളെല്ലാവരും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് ഇന്ത്യയിലത്തെ ഏത് പാർട്ടി ആണെങ്കിലും, ഇന്ത്യയിൽ താമസിക്കുന്ന ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് ഇവിടുത്തെ രാജ്യം തരുന്ന സെക്യൂരിറ്റിയിൽ ഇവിടെ ഉണ്ടും ഉറങ്ങിയും ജീവിക്കുന്ന നമ്മളെല്ലാ ആൾക്കാരും അതിനോട് എഗ്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എവിടെ പോയാലും നമുക്ക് തിരിച്ചു വരാനുള്ളത് ഈ രാജ്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇന്റഗ്രിറ്റി, ഇതിന്റെ പ്രൈഡ്, ഇതിനെ പുകഴ്ത്തുന്ന വരികൾ, ഇതിൻ്റെതായിട്ടുള്ള എല്ലാ എലമെന്റ്സിനെയും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ രാജ്യമാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യും. നിങ്ങളൊരു പാർട്ടി പ്രവർത്തകനായാലും നേതാവായാലും ഒരു പ്രസ്ഥാനം തന്നെ ആയാലും ആളുകൾ അതിനെ റിജക്റ്റ് ചെയ്യും. ആ റിജക്ഷനൊക്കെ തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ രാജ്യത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിലവിലുള്ള ഭരണകൂടത്തിനോടും അതൊക്കെ തന്നെ പറയാനുള്ളത്, പീപ്പിൾ ആർ വാച്ചിങ്. അവർക്ക് വോട്ട് അവകാശം എന്ന് പറയുന്ന ഒരു പവറുണ്ട്, അത് അവർ വിനിയോഗിക്കും. ആ വിനിയോഗിക്കാൻ പോകുന്നത് അവരുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റിക്കും അതേപോലെ തന്നെ അതിന്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഫെയിൽ ആവും. അതിന്റെ പല ലക്ഷണങ്ങളും പല സ്ഥലങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെറ്റ് എല്ലാവർക്കും പറ്റും. തെറ്റ് തിരുത്തിയിട്ട് തെറ്റിനെ അംഗീകരിച്ചിട്ട് കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ രാജ്യത്ത് വലിയൊരു ഭാവി ഉദ്ദേശിക്കുന്ന എല്ലാ ആൾക്കാർക്കും നല്ലത്. ഇപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പാർട്ടി അനുഭാവികൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പൂർവ്വകാല ചരിത്രം,
അതിലെന്ത് സംഭവിച്ചു, എന്തൊക്കെ നടക്കാൻ പാടില്ലായിരുന്നു, എന്തൊക്കെ ഇനിയും നടക്കരുത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ നമുക്കുണ്ടാവണം. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഞാൻ ഈ എല്ലാ പ്രക്ഷോഭങ്ങൾക്കും അതുപോലെ തന്നെ അനാർക്കി ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരാളാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എൻ്റെ രാജ്യത്ത് അനാർക്കി കൊണ്ടുവരാനും ഇതിനെ ബംഗ്ലാദേശ് ആക്കാനും നേപ്പാൾ ആക്കാനും നടക്കുന്ന ആളുകളോടുള്ള എൻ്റെ സമീപനം വളരെ ഓപ്പോസിറ്റാണ്. ആ ആളുകൾക്കൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണമെന്നും അവരാരും തന്നെ ഈ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റീനെയും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെയും അതുപോലെ തന്നെ ഇതിൻ്റെ പാർലമെന്റിനെയും ഇതിൻ്റെ സുപ്രീം കോർട്ടിനും അല്ലെങ്കിൽ ഇതിൻ്റെ സുപ്രീമായിട്ടുള്ള അവകാശങ്ങൾക്കും ഒക്കെ മുകളിലാണെന്ന് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. അപ്പോൾ നിലയ്ക്ക് നിർത്തേണ്ടതിനെയൊക്കെ നിലയ്ക്ക് നിർത്തിയിട്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഫ്രീഡം ഓഫ് സ്പീച്ചും ഒക്കെ നന്നായിട്ട് തന്നെ ഉപയോഗിക്കാനുള്ള ആ ഒരു മെച്യൂരിറ്റി ലെവൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും കാണിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, നമുക്കുള്ളത് ഈ ഒരു മണ്ണാണ്, നമുക്ക് നിലനിൽക്കാനുള്ളത് ഈ ഒരു മണ്ണിലാണ്. നമ്മുടെ കുട്ടികളും ഭാവി തലമുറയും ജനിച്ച് വീണ് വളരേണ്ടത് ഈ മണ്ണിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, ഇതിനെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മണ്ണാക്കി മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രയത്നിക്കേണ്ടത്, അല്ലാണ്ട് ഇതിനെ നശിപ്പിക്കാനല്ല. നശിപ്പിക്കലാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഈ രാജ്യം നിങ്ങളെ നിർദാക്ഷിണ്യം പുറന്തള്ളും. അതങ്ങനെ തന്നെ നടക്കാൻ പാടില്ല.